മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് വ്യാപനത്തിൽ ആശങ്ക തുടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ആരോഗ്യ വകുപ്പ് നിഷ്ക്രിയമെന്ന് പരാതി. മലപ്പുറം ജില്ലയിലെ പോത്തുകൽ എടക്കര മേഖലയിലാണ് രോഗം വ്യാപിക്കുന്നത്. പോത്തുകലിൽ മാത്രം 2 മാസത്തിനിടെ 350-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സർക്കാർ ആശുപത്രികളിൽ പോലും രോഗത്തിന് മതിയായ ചികിത്സ ഇല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ഏതാനും ദിവസങ്ങൾക്കിടെ 3 മരണമാണ് മേഖലയിൽ റിപ്പോർട്ട് ചെയ്തത്. രോഗലക്ഷണങ്ങളോടെ കഴിഞ്ഞ ദിവസം മറ്റൊരു യുവാവും മരിച്ചു. നിരവധി പേർ രോഗബാധിതരായി ചികിത്സയിലാണ്. പക്ഷേ രോഗം ഭീതി പടർത്തുമ്പോഴും അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ ആരോഗ്യ വകുപ്പിനും പഞ്ചായത്തിനും അനാസ്ഥ എന്നാണ് ആരോപണം. മേഖലയിൽ ഇതുവരെ അധികമായി ഡോക്ടർമാരെ നിയോഗിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പോത്തുകല്ല് ഫാമിലി ഹെൽത്ത് സെന്ററിൽ മെഡിക്കൽ ഓഫീസർ പോലും അവധിയിലാണ്. രോഗനിർണയത്തിന് ടെസ്റ്റുകൾ നടത്തുന്ന മെഷീനുകൾ ആഴ്ചകളോളമാണ് പണിമുടക്കിയത്. കുടിവെള്ളം ടെസ്റ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്താൻ പോലും അധികൃതർ ഒരുക്കവുമല്ല. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പോത്തുകലിൽ സമരം ആരംഭിച്ചു. കുടിവെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ കുടിവെള്ളത്തിലേക്ക് വരുന്ന മലിനജലം എവിടെ നിന്നാണ് അത് ബ്ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലോറിൻ ചെയ്തിട്ട് ഈ ഒരു നാടിൻ്റെ ഈ ആരോഗ്യസ്ഥിതി സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞിട്ട് അതിനൊരു നടപടിയും ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ട്. വളരെ ആശങ്കയിലാണ് പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മുഴുവൻ ആളുകളും വളരെ ആശങ്കയിലാണ്. കാരണം മഞ്ഞപ്പിത്തം മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഡെങ്കിപ്പനി, എലിപ്പനി, മുണ്ടിനീര് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പോത്തുകൽ പഞ്ചായത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പോത്തുകല്ലങ്ങാടിയിലെ ഓവുചാലുകളിലേക്ക് കക്കൂസ് മാലിന്യമടക്കം ഒഴുകിയെത്തുന്നുണ്ട്. മാലിന്യം ഒഴുക്കിയവർക്കെതിരെ പിഴ ചുമത്തിയെങ്കിലും മാലിന്യം നീക്കം പോലും തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ പ്രധാന പ്രശ്നം മാലിന്യം പൊതുസ്ഥലങ്ങളിലേക്ക് ഒഴുക്കുക എന്നുള്ളൊരു വിഷയം പൊതുജനങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ഓടകളൊക്കെ നീക്കം ചെയ്തില്ല. അതിൽ ബോധ്യപ്പെട്ടിട്ട് അവർക്ക് 10,000 രൂപ ഫൈൻ അടിച്ചു. ഈ 10,000 രൂപ ഫൈൻ അടിച്ചിട്ട് വീണ്ടും അത് ക്ലോസ് ചെയ്ത് പോവുകയാണ് അവരുണ്ടായത്. ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല മഞ്ഞപ്പിത്തം എന്ന സംഗതി, ഇത് പ്രളയത്തിന് ശേഷം ഉണ്ടായ ഒരു സംഗതിയാണ്. എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയില്ലെന്നാണ് പോത്തുകല്ല് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. റിപ്പോർട്ടർ, മലപ്പുറം.